കഴിഞ്ഞൊരു രാത്രിയിലെ വലിയ ആശങ്കയ്ക്ക് ശേഷം ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വലിയൊരു ആശ്വാസത്തിൽ സമാധാനത്തിലാണ്. പ്രതീക്ഷിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ അത്ര ആശങ്കപ്പെട്ട വിധത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകാതെ പോകുന്നതിൻ്റെ ഒരു ആശ്വാസം അതാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വ്യോമപാതകളൊക്കെ തുറന്നത്. എല്ലാ രാജ്യങ്ങളും ഗൾഫിലെ GCCയിലെ 6 രാജ്യങ്ങളും വ്യോമപാത തുറന്നിട്ടുണ്ട്. അതേസമയം വ്യോമപാത തുറന്നെങ്കിൽ പോലും വിമാന സർവീസുകൾ ഒരിടത്തും പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ മുടങ്ങിയിട്ടുള്ള സർവീസുകളുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരേണ്ടിയിരുന്ന വിമാന സർവീസുകളുണ്ട്. ഇവിടെ വന്ന് അകപ്പെട്ടു പോയിട്ടുള്ള മസ്കറ്റിലും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലുമൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ള വിമാനങ്ങൾ വഴിതിരിച്ച് അവിടെ എത്തിയിട്ടുള്ള വിമാനങ്ങൾ അതൊക്കെ അതത് രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകണം. അവിടെ നിന്നും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ ഇന്ന് പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഈ യാത്രാരംഗത്തെ പ്രതിസന്ധി സങ്കടങ്ങൾ അതൊക്കെ അതുപോലെ തന്നെ തുടരുകയും ചെയ്യും. അതേസമയം വ്യോമപാത തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു വഴി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഇന്നിപ്പോൾ ഈ വെടിനിർത്തലിലേക്ക് വഴിവെച്ചിട്ടുള്ള ഖത്തർ പ്രധാനമന്ത്രി അൽത്താനി ഇറാനുമായി സംസാരിച്ചു എന്നുള്ള വാർത്ത അതും വലിയ ആശ്വാസം നൽകുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഖത്തറിൽ തന്നെയാണ്, ഖത്തറിലെ വ്യോമതാവളത്തിൽ, അമേരിക്കയുടെ വ്യോമതാവളത്തിലാണ് ഇറാനിൽ നിന്നും മിസൈലുകൾ ആക്രമണം നടത്തുകയും അത് ഖത്തർ നിർവീര്യമാക്കുകയും ചെയ്തത്. അപ്പോൾ അത്തരമൊരു ആക്രമണം ഉണ്ടായിട്ട് പോലും ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് സൗദി അറേബ്യയും UAEയും ഒക്കെ വളരെ ശക്തമായിട്ട് ഇന്നലെ ഈ ആക്രമണത്തെ അപലപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ഒരുമയിലേക്ക് കാര്യങ്ങൾ എല്ലാവരും വരുന്നു, സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ സമാധാനിക്കാം. ഗൾഫ് മേഖലയിൽ ഇപ്പോൾ പ്രതിസന്ധി ഒഴിയുന്നു. യാത്രാ മേഖലയിൽ പ്രതിസന്ധി അല്ലാതെ മറ്റൊരാശങ്കയും ഇവിടെ ഇപ്പോൾ ഇല്ല.